നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. 48,000 കോൾ ഓപ്ഷൻ 10.25 വാങ്ങിക്കുകയും 362 റേഞ്ചിലായിരുന്നു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഏകദേശം 12 മണി വരെ ഞാൻ കൊണ്ടുപോയി. അതിനുശേഷം ഏകദേശം കോസ്റ്റ് പ്രൈസിനാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ബേസിക്കലി ട്രേഡ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1:2 മുകളിൽ 1:2 വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 1:2 റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യാറുള്ളൂ ട്രേഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും നല്ലൊരു പ്രീമിയം DKയുടെ ദിവസമായിരുന്നു. നമ്മുടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് പോലും മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ച് പോയിട്ട് പോലും നല്ല രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു മോശപ്പെട്ട ദിവസമായിരുന്നു. കാരണം നല്ല രീതിയിൽ പ്രീമിയം DK ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആ പ്രീമിയം DKയുടെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് അധിക നേരം ഹോൾഡ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള പ്രൈസിൽ നിന്ന് ഒരു ചെറിയൊരു ഡിഫറൻസിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ 362 റേഞ്ചിലായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം 50 പോയിൻറ്റ്സിനടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 382 എന്ന് പറഞ്ഞ റേഞ്ചിൽ ആ ഒരു പുതിയൊരു ഹൈ മീറ്റ് ചെയ്തതിന് ശേഷം ഞാനത് എക്സിറ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു ട്രേഡിൻ്റെ അനാലിസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. യെസ്, അപ്പോൾ നിഫ്റ്റി ശരിക്കും ഞാൻ പറയുന്നുള്ള ടെലിഗ്രാം ചാനലിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് റേഞ്ച് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 22,520 541 റേഞ്ച്, ഈ ഒരു റേഞ്ചും അതുപോലെ തന്നെ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചുമാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ എൻ്റെ വ്യൂ ബുള്ളിഷ് ആണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പ്രകാരം ഈ ഒരു സോണിൽ, അതായത് ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് ശരിക്കും നിഫ്റ്റിയിൽ ഇവിടെ നിന്നൊരു റീടെസ്റ്റ് വന്നിട്ട് തിരിച്ച് കയറാനുള്ള ചാൻസാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ബ്രേക്ക് ചെയ്ത് പോകേണ്ട ഒരു മാർക്കറ്റായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ കേസിനകത്ത് അത് രണ്ടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഞാൻ പിന്നെ ട്രേഡ് നോക്കിയിട്ടില്ല. ഇത് ശരിക്കും ഒരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു. നമുക്ക് ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു എൻട്രി പോകാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമേ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഈ റേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ നിഫ്റ്റിയിൽ ആ ഒരു റേഞ്ച് വരാത്തതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ആ കാര്യത്തിനകത്ത് എൻട്രി പോയിട്ടില്ല. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഒരു എൻട്രി വന്നിട്ടുള്ളത്. അതാണ് 48,000 ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 48,000 ഈ ഒരു റേഞ്ചും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിനകത്താണെന്നുണ്ടെങ്കിലും ഈ 47,972 അതുപോലെ തന്നെ 48,034 ഈ റേഞ്ച് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കറക്റ്റായിട്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് 1 അവറിലോട്ട് പോവാം. യെസ്, 1 അവറിലോട്ട് പോയാലും നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഈ ഒരു സോണിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാറ്റേണും ഉണ്ട്, നമുക്ക് റെസിസ്റ്റൻസ് ലെവലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു റാലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇന്നത്തെ ഡേ ഹൈ മാർക്ക് ചെയ്ത എൻട്രി എടുത്ത സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ്സിലോട്ട് പോയാൽ യെസ്, അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ റെസിസ്റ്റൻസിൽ തന്നെ വന്ന് മാർക്കറ്റ് ഒന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ഇവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻട്രി പോയവരുണ്ടാവും, ഈ ക്യാൻഡിൽ എൻട്രി പോയവരുണ്ടാവും. ആ എൻട്രി പോയവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതാണ് അടുത്ത ക്യാൻഡിൽ കാണാനായിട്ട് പറ്റുന്നത്. അവർ എൻട്രി എടുത്തിട്ടുള്ള അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ക്യാൻഡിലായിരുന്നു ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈ എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള ക്യാൻഡിലും കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി പോകാമായിരുന്നു. ശരിക്കും ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ക്യാൻഡിലിൽ ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിസ്ക് റിവാർഡ് മീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ കൂടെ ഉണ്ട്. ഈ 48,034 അല്ലെങ്കിൽ 47,972 എന്ന് പറയുന്ന റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നോക്കിയാലും മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് യെസ്, അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്കിപ്പോൾ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചാലും നമുക്കിത് ഏകദേശം 1:1, അപ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 1:2 അല്ലെങ്കിൽ ആ ഒരു 1:1 താഴെ നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എൻട്രി ഞാൻ അവോയ്ഡ് ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ, ഈ ഒരു ക്യാൻഡിൽ വന്ന സമയത്ത് 10:05 ക്യാൻഡിലിൻ്റെ സമയത്ത് ഞാൻ ഗ്രൂപ്പിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സോൺ അല്ലെങ്കിൽ ഇവിടെ ഒരു സെറ്റപ്പ് ബുൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. പെട്ടെന്നൊരു സഡൻ ക്വിക്ക് മൂവ്മെൻറ്റ് കിട്ടി. ഈ ഒരു മൊമെൻറ്റം ഞാൻ കീപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ
ഈ ഒരു ഹൈ വന്നു, അതായത് ഡേ ഹൈ 10.5 ഡേ ഹൈ. ആ 10.5 ഡേ ഹൈ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കറക്റ്റായിട്ടൊരു നല്ലൊരു മൊമെൻറ്റം കിട്ടിയായിരുന്നു. ഈ ഒരു ക്യാൻഡലിൽ നല്ലൊരു മൊമെൻറ്റം വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു നല്ലൊരു റാലിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ, ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനിൽ തൊട്ട് മുമ്പേ തന്നെ ഞാൻ 48,000 കോൾ ഓപ്ഷനിൽ ലോങ് ആണ് പോയത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. ഏകദേശം 10.35 നല്ലൊരു മൊമെൻറ്റം കിട്ടി. നമുക്ക് ഏകദേശം 1:1 അടുത്തൊക്കെ റിസ്ക് റിവാർഡ് വന്നതായിരുന്നു. പക്ഷേ ആ ഒരു നമ്മുടെ റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കത് തിരിച്ച് റിവേഴ്സ് ആവുകയും നമ്മൾ വരച്ചിട്ടുള്ള അതേ റെസിസ്റ്റൻസ് സോണിൽ തിരിച്ച് വന്ന ആ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണത്. ആ 48,034 എന്ന് പറഞ്ഞ റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എത്ര തവണയാണ്, പല തവണയായിട്ട് ആ ഒരു സോണിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. ഈ ഒരു സോണിൽ നിന്ന് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതേ സോണിൽ നിന്ന് പല തവണയായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് അധികം ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം ഒരു പ്രീമിയത്തിലൊന്നും വലിയ മൂവ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു റേഞ്ച് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം, ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ എത്തിയ സമയത്ത് എനിക്കൊന്ന് എക്സിറ്റ് ചെയ്യാനുള്ള എനിക്കൊരു സിഗ്നൽ അവിടെ കിട്ടി. ശരിക്കും ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാനൊന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 384 റേഞ്ചിലായിരുന്നു നമ്മൾ ആ ഓപ്ഷനകത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് മാർക്കറ്റ് ഉണ്ട്, പക്ഷേ നാളെ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ തിങ്കളാഴ്ചയും ഹോളിഡേ ആണ്. ചൊവ്വാഴ്ച ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.